ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോകളുടെ തുടർച്ചയാണ്. അപ്പോൾ നമ്മളൊരു ക്യൂബ് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1 പാർട്ട് 2 ഓൾറെഡി കഴിഞ്ഞു. ഇത് പാർട്ട് 3 ആണ്. അപ്പം ഏകദേശം ഇതിൻ്റെ വർക്കുകൾ പെയിൻറ്റിങ് അതുപോലെ തന്നെ റെക്സിനൊക്കെ ഒട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് ബോർഡുകൾ അതുപോലെ തന്നെ മറ്റ് കണക്ഷന് കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഞാനതൊരു വൂഫർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വൂഫർ നമ്മൾ സ്ക്രൂ ഒക്കെ ഇട്ട് താൽക്കാലികമായി ഫിറ്റ് ചെയ്തേക്കുകയാണ്. ഇനി വാഷറൊക്കെ ഇടണം. പിന്നീട് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ട്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കറിലേക്ക് പോകേണ്ട വയർ വി ഗാർഡിൻ്റെ 0.5 കോപ്പർ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൂഫർ അതുപോലെ തന്നെ ട്യൂട്ടർ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓൾറെഡി കവറായി പോകുന്ന ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പിന്നെ നമുക്കിത് ഒന്ന് ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മളൊരു പിടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഒരു റെക്സിൻ വെച്ച് കവർ ചെയ്തേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷനാണിത്. ഇതിൻ്റെ നട്ട് ബോൾട്ട് സ്ക്രൂ ടൈപ്പാണ്. അകത്ത് അടിയിൽ നെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണം, വാഷർ നെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണം. അത് നമ്മൾ ചെയ്തിട്ടില്ല, അതൊക്കെ പെൻഡിങ് ആണ്. പിന്നെ ഇത് നമുക്ക് കൈയിട്ടിങ്ങനെ പൊക്കുമ്പോൾ ഇച്ചിരി പ്ലേ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് കൈ ഈസി ആയിട്ട് ഇട്ട് നമുക്ക് അതിനുള്ള ഗ്യാപ്പ് അതിനിടയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇത് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലും ഇതുപോലെ കുറച്ച് പ്ലേ കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹാൻഡ് അതിനകത്തിട്ട് നമുക്ക് പൊക്കിയെടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്തതെല്ലാം ഏകദേശം നല്ല നീറ്റായിട്ടാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനൊരു പിടി ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് നെറ്റൊക്കെ നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്തതല്ല, നമ്മൾ ഒരു പെയിൻറ്റ് ചെയ്യുന്ന കാറിനൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരു ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചാണ്. നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലെ നെറ്റ്, ഇതിൻ്റെ മെറ്റൽ പാർട്ടുകളെല്ലാം നമ്മൾ ഔട്ട്സൈഡ് കാണുന്ന മെറ്റൽ പാർട്ടുകളെല്ലാം പെയിൻറ്റ് ചെയ്യിച്ചതാണ്. അപ്പം നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാക്ക് സൈഡിൽ നെറ്റ്. അപ്പം ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ഫോമർ വരുന്നതായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബാക്ക് സൈഡിലൊരു നെറ്റ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ട്രാൻസ്ഫോമറൊക്കെ ഹീറ്റാകുകയാണെങ്കിൽ പെട്ടെന്ന് എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ കൂളാകാനുള്ളൊരു ഓപ്ഷനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം പെയിൻറ്റിംഗ് ഒക്കെ നല്ല രീതിയിലാണ്. ഇപ്പം ഇതിനകത്ത് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല പെർഫെക്റ്റാണ്. പിന്നെ ഈ ടോപ്പ് സൈഡിലുള്ള ഒരു കവറാണ്. അപ്പം ഇതിനകത്ത് അഡീഷണൽ ഒരുപാട് ഹോൾസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം മാർക്ക് ചെയ്ത് കൊടുത്തത് ആ ചേട്ടന് എല്ലാം അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു MP3 പ്ലെയർ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പം നമ്മളത് കട്ട് ചെയ്യിക്കുന്ന ഒരാളെ കൊണ്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പം അതും നമുക്ക് ആവശ്യമുള്ള ഹോളുകൾ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം അടച്ച് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിനകത്ത് അഡീഷണലായിട്ട് ഒരു സ്വിച്ചും ഫ്യൂസ് ഹോൾഡറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്ന് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇനിയും ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ആ ഹോൾ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് അടച്ചിട്ടുണ്ട്. അതും അടച്ച് നല്ല നീറ്റായിട്ട് പെയിൻറ്റിങ് ഒക്കെ ക്ലിയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തെങ്കിലേ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്യൂസ് ഹോൾഡർ, അതുപോലെ ഓൺ ഓഫ് സ്വിച്ച് എല്ലാം നമ്മളിവിടെ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇവിടെ 2 മൈക്കിന് വേണ്ടിയുള്ള ജാക്കുകളാണ്, കണക്ടറുകളാണ് കണക്ട് ചെയ്തേക്കുന്നത്. അത് ആ കരയൊക്കെ മിക്സർ ബോർഡിലുള്ള നമ്മൾ റിമൂവ് ചെയ്ത് ഇവിടെ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ അഡീഷണൽ 2 അവിടെ ഹോൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരാവശ്യത്തിനാണ് അത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണിത്. 230 വോൾട്ട് AC. സെക്കൻഡറി സൈഡ് ആണെങ്കിൽ 12 ആണ്. നമുക്ക് ഇതിനകത്ത് 14 വോൾട്ടേജ് വരുന്നുണ്ട്. ഇനി നമുക്കുള്ളത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മിക്സർ ബോർഡാണ്. അപ്പം ഡിലേ എക്കോ ഉള്ളൊരു ബോർഡാണ്. ഈ ബോർഡിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഈ ബോർഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ബോർഡാണ് നമ്മളിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോർഡിലെ 2 മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 ജാക്കുകളാണിത്. അപ്പം അത് ആ ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ കവറിനകത്ത് ഹോള് കറക്റ്റായിട്ട് മാച്ച് ആകാത്തതുകൊണ്ടാണ് നമ്മളത് റിമൂവ് ചെയ്തെടുത്ത് അതിൻ്റെ ഹോളുള്ളിടത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മളവിടുന്ന് 2 വയറുകൾ ഷീൽഡ് വെയറാണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷീൽഡ് വെയർ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ
നോയ്സുകളൊക്കെ ഒന്നും ഉണ്ടാകത്തില്ല, നോയ്സുകളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെയാണ് ആ ബോർഡ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബോർഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വോളിയം കൺട്രോളിലെല്ലാം ഓരോരോ നെട്ടുകളിട്ട് ടൈറ്റ് ചെയ്യണം. നെട്ടുകളിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ നോബുകൾ അതിനകത്ത് ഫിറ്റ് ചെയ്താൽ മതി. ഇപ്പം ഈ മിക്സർ ബോർഡിൽ 5 വോളിയം കൺട്രോളാണ് വരുന്നത്, കൺട്രോൾസാണ് വരുന്നത്. പിന്നീട് അഡീഷണൽ ഒരു ഹോൾ ഞാനിവിടെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ MP3 പ്ലെയർ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു വോളിയം കൺട്രോൾ വരുന്നുണ്ട്, എൻകോഡർ ടൈപ്പാണ്. അപ്പം എൻകോഡർ ടൈപ്പ് വോളിയം കൺട്രോളിന് വേണ്ടിയാണ് ഇവിടെ ഒരു ഹോൾ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം അവിടെയും സെയിം വോളിയം കൺട്രോൾ, സെയിം കളറുള്ള തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഇവിടുത്തെ MP3 പ്ലെയർ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എൻകോഡർ ടൈപ്പ് വോളിയം കൺട്രോൾ അവിടെ ഫിറ്റ് ചെയ്യണം. ഇതൊരു സാമ്പിളാണ് ഈ MP3 പ്ലെയർ. ഇത് ഓൾഡ് മോഡലാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മളത് ഫിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ എൻകോഡർ ടൈപ്പിൽ നമുക്ക് ആ വോളിയം കൺട്രോൾ തന്നെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബാസ് നമുക്ക് കൂട്ടാൻ പറ്റും. വീണ്ടും പ്രസ് ചെയ്താൽ ട്രബിൾ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. പിന്നെ വീണ്ടും പ്രസ് ചെയ്താൽ വോളിയം കൂട്ടാം കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ MP3 പ്ലെയറിൽ തന്നെ മൈക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ എക്കോ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നമുക്ക് AC കണക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഞാൻ അഡീഷണൽ സെലക്റ്റബിൾ സ്വിച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് MP3 പ്ലെയറിൽ നിന്നുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ സെലക്ടർ സ്വിച്ച് സെലക്ട് ചെയ്ത് നമുക്കിത് ഈ ക്യൂബ് സ്പീക്കർ ഒരു ഗിറ്റാറിൻ്റെയോ കീബോർഡിൻ്റെയോ മോണിറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സെലക്ടർ സ്വിച്ച് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് കീബോർഡോ ഗിറ്റാറോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ MP3 പ്ലെയറിലുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാം. അതിനുവേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നൊരു മോണോ ആംപ്ലിഫയർ ബോർഡാണ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത, ഇത് മോണോ ബോർഡാണ്. അതുപോലെ തന്നെ ഇത് IC നന്നായിട്ട് ഹീറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ നല്ലൊരു ഹീറ്റ് സിങ്ക് ഇതിനകത്ത് കൊടുക്കണം. ഇത് 12/012 വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ്. അത്യാവശ്യം നല്ല പവറുള്ള ബോർഡാണിത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീൽഡ് വയറുകളാണ്. ഇപ്പം മിക്സർ ബോർഡിൽ നിന്ന് ആംപ്ലിഫയർ ബോർഡിലേക്ക് പോകുന്നതും, അതുപോലെ തന്നെ മൈക്കിൻ്റെ ജാക്കിൽ നിന്ന് മിക്സർ ബോർഡിലേക്ക് പോകുന്നതെല്ലാം ഇതുപോലുള്ള ഷീൽഡ് വയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നോയ്സുകൾ നമുക്ക് ഇല്ലാതാക്കാം, നോയ്സുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ മിക്സർ ബോർഡിൽ നിന്ന് നമ്മൾ ആംപ്ലിഫയർ ബോർഡിലേക്ക്, മൈക്കിൽ നിന്ന് മിക്സർ ബോർഡിലേക്കൊക്കെ പോകുന്നത് പോലെ ഷീൽഡ് വയർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പ്രസ്സിങ് ടൈപ്പ്. നമുക്കിവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ വർക്കുകൾ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, പെൻഡിങ് ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഒരുപാട് വർക്കുകളുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അതിന് മുമ്പ് നമുക്ക് എല്ലാ വർക്കുകളും ഞാൻ ഫിനിഷ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, ബോർഡുകൾ ഫിറ്റ് ചെയ്യണം, അതുപോലെ MP3 പ്ലെയർ ഫിറ്റ് ചെയ്യണം, പിന്നെ വോളിയം കൺട്രോൾ, അതുപോലെ തന്നെ ഇവിടെ AC കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ടർ ഫിറ്റ് ചെയ്യണം. അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ പിന്നീട് ഒരു ബ്ലൂ കളർ LED ഞാൻ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലൂ കളർ LED വരുന്നതാണ്, തെളിയുന്നതാണ്. അപ്പം ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് അതിനകത്തൊരു ബ്ലൂ കളർ LED കൂടെ വരുമ്പോൾ നല്ല സൂപ്പറാണ്, നന്നായിട്ട് നമുക്കത് കാണാൻ കഴിയും. അതുപോലെ ആ LED ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോയിൻ്റ് രീതിയിൽ മാത്രം പുറത്തോട്ട് പ്രകാശം വരുന്ന രീതിയിലാണ് നമ്മൾ അത് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വർക്കുകളെല്ലാം ഏറ്റവും നല്ല പ്രൊഫഷണൽ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്താണ്, ഞാൻ ഈ കാണിച്ചേക്കുന്ന ഭാഗത്താണ് നമ്മൾ ബ്ലൂ കളർ LED നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ട്യൂട്ടറൊക്കെ നല്ല ഹൈ പെർഫോമൻസ് ഉള്ള ട്യൂട്ടറാണ്. അപ്പോൾ ഇതൊരു പഴയ മോഡൽ MP3 പ്ലെയറാണ്. അപ്പം നമുക്ക് ഇതല്ല, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ അഡീഷണൽ 2 ഹോള് ആ MP3 പ്ലെയറിൻ്റെ തൊട്ട് മുകളിൽ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കീബോർഡോ അല്ലെങ്കിൽ ഗിറ്റാറോ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് ഒരു മോണിറ്ററായിട്ട്, ഒരു ഗിറ്റാർ ആംപ്ലിഫയറായിട്ട്, അതുപോലെ തന്നെ ഒരു കീബോർഡ് ആംപ്ലിഫയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, മോണിറ്ററായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അഡീഷണൽ ഇട്ടേക്കുന്നത്.
പിന്നീട് ഇതിൻ്റെ ഏകദേശം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല രീതിയിലാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇതിനകത്ത് സത്യത്തിൽ ഇതിനകത്ത് ബോഡിയും ഇതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓൾഡായിട്ടുള്ളത്. ബാക്കിയെല്ലാം ന്യൂ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്നുണ്ട്. എല്ലാ കണക്ടറുകൾ, ഫ്യൂസ്, അതുപോലെ തന്നെ എല്ലാം ഇതിൻ്റെ ഈ ക്യൂബ് സ്പീക്കറിൻ്റെ ബോട്ടം ബുഷ് മുതൽ സ്ക്രൂ വരെ എല്ലാം പുതിയതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ കവറ് മാത്രമാണ് സത്യത്തിൽ പഴയതെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം പുതിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അപ്പം ഈ ഒരു ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ, അതുപോലെ തന്നെ UPS, ബാറ്ററി, ആംപ്ലിഫയർ, അങ്ങനെ സൗണ്ടും അതുപോലെ പവർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ഈ ചാനലിൽ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ ഇടുന്നതാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.